എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 14-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ നിജഭർതൃഗിരാഭവം നിഷേവാ നിരതായാമഥ ദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. നിജ ഭർതൃഗിര, ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച്. ഭവം നിഷേവാ നിരതായാം, അങ്ങയുടെ ഭജനത്തിൽ മുഴുകിക്കഴിയുന്ന. അധ ദേവ, ഹേ ഭഗവാനെ പിന്നീട്. ദേവഹൂത്യാം, ദേവഹൂതിയിൽ. കപിലസ്ത്വമജായഥ ജനാനാം, ത്വം കപില അജായഥ, അങ്ങ് കപിലമുനിയായി അവതരിച്ചു. ജനാനാം, ജനങ്ങളുടെ ഇടയിൽ, അതായത് ഈ ലോകത്തിൽ. പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം, പ്രഥയിഷ്യൻ പ്രകാശിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ വിശദീകരിച്ച് കൊടുക്കുന്നതിനായി. എന്ത്? പരമാത്മതത്വവിദ്യാം, പരമാത്മതത്വജ്ഞാനം. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ ദേവ, ഭർതൃവചനം കേട്ട് ദേവഹൂതി അങ്ങയെ ആരാധിച്ചു കൊണ്ടിരിക്കെ ജനങ്ങൾക്ക് പരമാത്മ തത്വജ്ഞാനം വിശദീകരിച്ചു കൊടുപ്പാനായി അങ്ങ് കപിലൻ്റെ രൂപത്തിൽ അവതരിച്ചു. അങ്ങനെ കപിലാവതാരം കഴിഞ്ഞു. ഇവിടെ ഭർത്താവിൻ്റെ ഉപദേശത്തോടു കൂടിയാണ് ദേവഹൂതി ഭഗവാനെ അങ്ങനെ ആരാധിച്ചത്. ഈ ദേവഹൂതി എന്നാൽ തന്നെ അർത്ഥം ദേവനെ ആഹ്വാനം ചെയ്യുന്നവൾ എന്നാണ്. ദേവനെ ആഹ്വാനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ പുത്രനായി ഭഗവാനെ അങ്ങ് അവതരിക്കണേ എന്ന് പ്രാർത്ഥിച്ചവളാണ് ദേവഹൂതി. ഭഗവാനാണെങ്കിൽ കപിലാവതാരം എടുത്ത് എന്തിനാ അവതരിച്ചേ? ജനങ്ങൾക്ക് പരമാത്മ തത്വജ്ഞാനം വിശദീകരിച്ചു കൊടുക്കാൻ. പലരും ജനിക്കുന്നുണ്ട് പലയിടങ്ങളിലായി. പക്ഷേ ഈ ലോകത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഉത്തമമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ വളരെ ചുരുക്കം പേർക്കേ കഴിയുന്നുള്ളൂ. അവരെ നമുക്ക് എന്തായി തന്നെ കാണാം? ഈശ്വരാംശമുള്ളവരായി തന്നെ കാണാം. ഇവിടെ മകനായി ഭഗവാൻ തന്നെ അവതരിക്കണമെന്ന് ആഗ്രഹിച്ചു ആ അമ്മ. എന്നിട്ടോ ഭഗവാൻ കപിലാവതാരം എടുത്തു വന്നിട്ട് അമ്മയ്ക്ക് ആത്മോപദേശം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ കർദമ പ്രജാപതി കുട്ടികളെല്ലാം ഉണ്ടായപ്പോൾ വാനപ്രസ്ഥത്തിന് പോകാൻ തുടങ്ങിയതാ. അപ്പോൾ ഭാര്യയായ ദേവഹൂതി പിടിച്ചു നിർത്തി. ഒരു കുട്ടി കൂടി വേണം, വരെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഒരു കുട്ടി കൂടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി കർദമൻ വനത്തിലേക്ക് തപസ്സിനു പോയി. ആ സമയത്ത് ഭർത്താവിൻ്റെ വിരഹം സഹിക്കാതെ മകനോട് പരാതി പറഞ്ഞപ്പോഴാണ് കപിലാവതാരം എടുത്ത ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം നൽകുന്നത്. ഈ അമ്മയോടുള്ള ആത്മോപദേശം ലോകത്തിലെ മുഴുവൻ അമ്മമാർക്കും ഉള്ള ഉപദേശമാണ്. ഹരേ കൃഷ്ണ.